റെനിക്കിത് നല്ല ജോലിയാണല്ലോ. കാക്കന്മാര് കൂട്ടത്തോടുകൂടി വന്നിട്ടുണ്ടല്ലേ. ഇബ്രാഹിം നബിയുടെ വലിയെ കുറിച്ച് പറഞ്ഞാല് ഇവരൊക്കെ നമ്മളെ വെറുതെ വിടുവോ? ഇപ്പോ ആളുകൾക്ക് നല്ല ബോധം വെച്ചു. പാകിസ്ഥാനികളല്ല, അഫ്ഗാനികളല്ല, ഐസിസ് ഭീകരര് നേരിട്ട് വന്ന് ചോദിച്ചാലും ശരി അവർക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. കുറേ തട്ടമിട്ട സ്ത്രീകൾ ഒരു പബ്ബിൽ വന്നിരിക്കുവാണ്. നല്ല ചീട്ടുകളി. അപ്പോ പെണ്ണുങ്ങള് ചീട്ട് കളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. കള്ള് ഷാപ്പില്, ബാറുകളില്. പക്ഷെ പോകുമ്പോഴും തട്ടമിട്ടിട്ടുണ്ട് കേട്ടോ. അനക്ക് തട്ടമിട്ടൂടെ പെണ്ണേ, അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നൊരു കാക്ക ചോദിച്ചിട്ട് വീർപ്പ് മുട്ടരുത്, ബുദ്ധിമുട്ടരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. നോക്കിയോ, ഒരു സ്ത്രീയോട് ഇവര് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. ശക്തമായിട്ടുള്ള മറുപടി. കാണിച്ചതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോക്കിക്കോണേ, ഈ സ്ത്രീയോട് അയാള് ചോദിക്കുന്നത് നിനക്ക് വിശ്വാസി ആയിക്കൂടെ, നിനക്ക് നന്നായിക്കൂടെ, നിനക്ക് മുസ്ലിം ആയിക്കൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, അള്ളാഹു തന്നെയല്ലേ ഞാൻ നന്നാവരുത് എന്ന് തീരുമാനിച്ചത്, അള്ളാഹു തന്നെയല്ലേ എന്നെ അവിശ്വാസിയാക്കിയത് എന്നുള്ള ചോദ്യമാണ്. അണ്ണാക്കിലാണ് മറുപടി. നോക്കാം. Okay, you have made up your mind. Let me answer. Allah has misguided you. How do you know this? I read somewhere. What is the context? Allah chooses who to guide and who not to guide. The context is this. If somebody comes to you with the truth, like the way I'm doing now, and you still deliberately reject the truth, and like you said, you'll never become a Muslim. Never. Now you have already decided, so Allah will make that path easy for you. The path of what? Misguidance. So you, on the day of judgment, you'll be standing in front of Allah. Allah will ask you, has anyone come to you with the truth? And you'll say, I told them that I will never accept the truth from you. Now on the day of judgment, when you're standing with Allah and you're saying that I will never accept the truth and I've made this mind up, then Allah says that you deserve to be misguided because you chose misguidance over the truth. You couldn't see it. Allah already chose I will not be guided. No. How do you know? മനസ്സിലായില്ലേ? ഇന്നേ ഇവർക്ക് ഈ മതം പറഞ്ഞിട്ടൊന്നുമേ മുസ്ലിം സ്ത്രീകളെ മാത്രമേ പേടിപ്പിക്കാനും ഈ മതത്തിൽ പിടിച്ചു നിർത്താനും പറ്റൂ. അല്ലാതെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ഒരു സമൂഹത്തിനെ ഈ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ ആർക്കും പറ്റില്ല. ഇവിടെ അവരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, അള്ളാഹു തന്നെയാണല്ലോ എന്നെ അവിശ്വാസിയായി സൃഷ്ടിച്ചത്, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, അള്ളാഹുവിനെ നിഷേധിക്കണം, നരകത്തിന്റെ വിറകുകൊള്ളിയാകണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ എന്നതാണ് ചോദ്യം. അള്ളാഹു തന്നെയാണ് ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിച്ചത്. അപ്പൊ അയാൾ പറയാണ് അങ്ങനല്ല. അപ്പൊ ആ സ്ത്രീ പറയാണ്, ആരൊക്കെ നേർവഴിയിലാകണം, ആരൊക്കെ ചീത്ത വഴിയിലാകണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചേ പറ്റൂ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് സന്മാർഗം ഉണ്ടാക്കി തരേണ്ടത് ഖസ്ദുസ് സബീൽ എന്റെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ ബാധ്യത നിറവേറ്റാതെ പടച്ചോൻ നമ്മളെ ദുർമാർഗത്തിലേക്ക് ആക്കിയിട്ട് നമ്മളെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അയാൾ ചോദിക്കാണ്, അതിനുള്ള നിബന്ധന എന്താണെന്ന്. ഒരു നിബന്ധനയുമില്ല. അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം പ്രായമുണ്ടായിരിക്കെ, 4 മാസവും 10 ദിവസവും പ്രായമുണ്ടായിരിക്കെ ഒക്കെ അള്ളാഹു മൂർധാവിൽ എഴുതി വെച്ചു, ഇത്ര വയസ്സുവരെ ഇങ്ങനെ ജീവിക്കണം. അള്ളാഹുവിനെ വിശ്വസിക്കണോ വേണ്ടേ, നിരീശ്വരവാദിയാകണോ സത്യവിശ്വാസിയാകണോ, സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ, എത്ര ഭക്ഷണം കഴിക്കണം, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ,
ഇവൻ എവിടെ മരിക്കണം, എത്ര വയസ്സിൽ മരിക്കണം, എങ്ങനെ മരിക്കണം, നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അള്ളാഹു. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കാത്തത് അള്ളാഹുവിന്റെ തെറ്റാണ്, എന്റെ തെറ്റല്ല. അപ്പോ അയാളുടെ തിരിച്ചു ചോദ്യം, നിങ്ങളുടെ നിലപാട് പറഞ്ഞല്ലോ, ഇനി അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ എന്ന്. ശരി, പറയൂ. അള്ളാഹു നിങ്ങളെ വഴിതെറ്റിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നതാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി? നിങ്ങളല്ലേ പറയുന്നത്, ഖുർആൻ പഠിച്ചപ്പോൾ മനസ്സിലായി. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെയാണ് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരും മറ്റുള്ളവരൊക്കെ നേരെ നരകത്തിലേക്ക് പോകുന്നവരുമാണ് എന്ന് ഖുർആനല്ലേ പറയുന്നത്. നിങ്ങളല്ലേ അത് അവകാശപ്പെടുന്നത്, അതുകൊണ്ട് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഖുർആനിൽ വായിച്ചതാണ്, ഞാൻ എവിടെയോ അത് വായിച്ചിട്ടുണ്ട്. ആരെ നേർവഴി കാണിക്കണം, ആരെ നേർവഴി കാണിക്കണ്ട എന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് ഖുർആനിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞു. അതിന്റെ സന്ദർഭം എന്താണെന്ന്, ഞാൻ വന്നതുപോലെ ആരെങ്കിലും സത്യസന്ദേശവുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ സത്യമായിട്ടാണ് വന്നത് എങ്ങനെ വിശ്വസിക്കുക? 6-ാം നൂറ്റാണ്ടിന്റെ ഒരു കിതാബ്, ആ കിതാബിനകത്ത് എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി ഉണ്ടോ? ആ കിതാബിനെ എങ്ങനെയാ മനുഷ്യൻ വിശ്വസിക്കുക? ആ കിതാബ് നബി കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതിനകത്ത് പറഞ്ഞത് സത്യമാണെന്ന് എങ്ങനെയാ വിശ്വസിക്കുക? എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം സത്യം നിഷേധിച്ചു. പടച്ചോനെക്കാട്ടി കഴിവ് നമുക്കുണ്ട് എന്നല്ലേ? പടച്ചോൻ നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. പടച്ചോൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ പടച്ചോനെക്കാട്ടി കഴിവ് നമുക്കുണ്ട് എന്ന് അതിന്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾ മുസ്ലിം ആയിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഒരിക്കലും ആകത്തില്ല എന്ന് ഇവര് പറഞ്ഞു. അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ് ഞാൻ ആവത്തില്ല എന്ന്. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ആകുമോ? എന്നിട്ട് അയാൾ പറയാണ്, നിങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് അള്ളാഹു ആ വഴി തന്നെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നെന്ന്. എന്നെ കൊണ്ട് തീരുമാനിപ്പിച്ചത് പടച്ചോനല്ലേ? ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഞാൻ എന്താകണം എന്നത് അള്ളാഹു നേരത്തെ തീരുമാനിച്ച വസ്തുതയാണെന്നല്ലേ ഖുർആൻ പറയുന്നത്. സ്ത്രീ നല്ല മറുപടിയാ കൊടുത്തത്. ഏത് വഴി? തെറ്റായ വഴി അവർ തീരുമാനിച്ചത് കൊണ്ടാണ് ഏറ്റെടുത്തത് എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് വിധി നിർണായക നാളില് നിങ്ങളോട് അള്ളാഹു ചോദിക്കും, ആരെങ്കിലും സത്യസന്ദേശവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നോ? ഞാൻ സ്വീകരിക്കത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോയത് എന്ന്. ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ലെന്ന് പറയുമെന്ന്. അപ്പം നീ തെറ്റായ പാത അർഹിക്കുന്നു എന്ന് പടച്ചോൻ പറയുമെന്ന് ഇയാൾ ഇങ്ങനെ അലറി വിളിക്കുവാണ്. കാര്യമില്ല, ഒരു കാര്യവുമില്ല. കാരണം ഇപ്പോ ഞാൻ വിശ്വസിക്കണോ വേണ്ടേ? ഞാൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണോ മുന്നോട്ട് പോകേണ്ടത്, അതല്ല പിശാചിന്റെ മാർഗത്തിലാണോ മുന്നോട്ട് പോകേണ്ടത് എന്ന് അള്ളാഹു അല്ലേ തീരുമാനിക്കുന്നത്? ഇനി ഞാൻ അങ്ങനെ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, എന്റെ തീരുമാനത്തെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹുവിന് പറ്റില്ലേ? അള്ളാഹുവിന്റെ തീരുമാനമാണ് പ്രബലമായും വരേണ്ടതെങ്കിൽ കേവലം ഒരു മനുഷ്യനായ അള്ളാഹുവിന്റെ സൃഷ്ടിയായ എന്റെ തീരുമാനത്തെ പോലും ബ്രേക്ക് ചെയ്യാൻ പടച്ചോന് സാധിക്കുന്നില്ല എന്നല്ലേ? അപ്പൊ പിന്നെ സർവശക്തനാണ് എന്ന് പടച്ചോൻ എന്തിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് വിചാരിക്കുന്നോ അത് നടക്കും എന്നെന്തിനാ പടച്ചോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പടച്ചോൻ ആ സ്ത്രീയെ അതല്ലെങ്കിൽ എന്നെ അവരിനെയും സത്യവിശ്വാസിയായിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? എന്നാ പിന്നെ നമ്മളങ്ങ് മുന്നോട്ട് പോകത്തില്ല.